നമ്മൾ പ്രഷർ വാഷറൊക്കെ വാങ്ങി വീടിന്റെ മതിൽ കഴുകാന്ന് ഓർക്കുമ്പോൾ ഇതുപോലെ ഫുൾ ലൈനായിട്ട് വരും, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും കഴുകി വരാൻ. അതിന് പരിഹാരമായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രഷർ വാഷറിൽ തന്നെ ഇതുപോലത്തെ ഒരു ടർബോ നോസിൽ അങ്ങ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മതിലുകൾ ക്ലീൻ ചെയ്തെടുക്കാം. റേറ്റ് കൂടി പ്രഷർ വാഷറൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇത് കിട്ടുന്നുണ്ട്. റേറ്റ് കുറഞ്ഞ മിക്ക പ്രഷർ വാഷറിന്റെ ഗണ്ണിന്റെ അറ്റത്തെ നോസിലെല്ലാം ഈ മോഡൽ പ്ലാസ്റ്റിക് ആയിരിക്കും. ഈ മോഡലിലെ നോസിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ ലൈൻ പോലെ തന്നെ, അതുകൊണ്ട് ക്ലീൻ ആവുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരുപാട് സമയം എടുക്കും നമുക്കൊന്ന് കഴുകി വരാൻ. അതിനുവേണ്ടി നമ്മുടെ പ്രഷർ വാഷറിന്റെ ഗണ്ണിന്റെ അറ്റത്തുള്ള നോസിൽ അഴിച്ച് മാറ്റിയ ശേഷം ഈ മോഡൽ ഫിറ്റ് ചെയ്താൽ മതി. ഈ മോഡൽ ടർബോ നോസിൽ വാങ്ങാൻ വേണ്ടി ഓൺലൈൻ സൈറ്റിലെല്ലാം നോക്കിയായിരുന്നു, പക്ഷെ എന്റെ കയ്യിലുള്ള ഗണ്ണിൽ കറക്റ്റ് ഫിറ്റ് ആവുമെന്ന് സംശയം. ഈ ടർബോ നോസിൽ ഞാൻ വാങ്ങിയത് തൊടുപുഴയുള്ള ഐമാൾ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഇതുപോലത്തെ ടർബോ നോസിൽ അവിടെ 900 രൂപ മുതൽ 1650 രൂപയുടെ വരെ ഉണ്ട്. ഞാൻ വാങ്ങിയത് 900 രൂപയായിരുന്നു. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിന്റെ നമ്പർ കൊടുത്തേക്കാം, അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. എല്ലാ മോഡൽ പ്രഷർ വാഷിന്റെ ഗണ്ണിന്റെ അറ്റത്തും ഈ ടർബോ നോസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ടർബോ നോസിൽ വരുന്നത് മിക്കതും ക്യൂക്ക് കണക്ടർ പോലത്തെയാണ് വരുന്നത്. അപ്പൊ അതുപോലത്തെ ഗണ്ണാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്തിടാൻ പറ്റും. എന്റേത് ത്രെഡ് ടൈപ്പ് ആയിരുന്നു, അതുകൊണ്ട് ഒരു അഡാപ്റ്റർ കൂടി വാങ്ങേണ്ടി വന്നു. ഇത് 120 രൂപ മുതൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ അഡാപ്റ്റർ നമ്മുടെ ടർബോനോസിലേക്ക് ഇടാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്തിട്ട് കിട്ടാൻ മതി. ഞാൻ ഈ ടർബോനോസിൽ വാങ്ങാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ അതിലെല്ലാം റേറ്റ് കൂടുതലായിരുന്നു. ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോഴാണ് അതിലും റേറ്റ് കുറച്ച് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഗണ്ണിന്റെ നീളം കൂട്ടാൻ വേണ്ടി പൈപ്പും വാങ്ങാൻ കിട്ടും, അതും ആ ഷോപ്പിൽ ഉണ്ടായിരുന്നു. ടർബോനോസിലേക്ക് അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത ശേഷം അഡാപ്റ്റർ ആ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഉപയോഗിക്കുന്ന പ്രഷർ വാഷർ 140 PSI ആയിരുന്നു. എന്നിട്ടും ഈ ടർബോനോസിൽ ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവുണ്ടായിരുന്നു. ഈ ടർബോനോസിൽ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി അകത്തി പിടിച്ച് ചെയ്യരുത്, അതിനോട് കുറച്ച് ചേർത്ത് വെച്ച് ചെയ്യണം. ഈ പ്രഷർ വാഷിന്റെ ഗണ്ണിന്റെ പൈപ്പിന്റെ നീളം കുറവാണെങ്കിൽ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പൈപ്പും കൂടെ മേടിച്ച് നമുക്ക് ഇത് ഫിറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഈ ടർബോനോസിൽ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റാണ്ട് ഒട്ടും ലൈനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ക്ലീൻ ആയി പോകുന്നുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ നേരത്തെ പഴയ നോസിൽ ഇട്ടാലും മതി. നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന നോസിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ ലൈൻ ആയിട്ടാണ് വരുന്നത്. ഇതുപോലത്തെ ഒരു ടർബോ നോസിൽ വാങ്ങി നമ്മുടെ പ്രഷർ വാഷർ ഇട്ട് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏത് പായലും നിഷ്പ്രയാസം പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.